കഴിഞ്ഞാലും ഇങ്ങനെ ചലിച്ചു കുറച്ചാൾ ഇങ്ങനെ പോകും. ജലദോഷം വന്നാൽ ഇങ്ങനെ പോകുന്നില്ല. അത് ഇത്തരം കുട്ടികൾക്ക് കൂടെ കൂടെ ജലദോഷം വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ഒരു പെട്ടെന്ന് കൂടെ അക്യൂട്ടായിട്ട് വരുന്നത്, അതായത് ജലദോഷം, ചുമ, കഫക്കെട്ട്, പനി ഇതൊക്കെ കൂടെ വരാനുള്ള സാധ്യത കൂടുതലാണ്. കാരണം ഇങ്ങനെ തലയെപ്പോഴും ചൂടായിരിക്കുകയാണല്ലോ. ഒരു കാലാവസ്ഥയിൽ പെട്ടെന്ന് തന്നെ വന്നിട്ട് ഒരു ചെറിയ ഒരു മഴപ്പാറൽ വീഴുകയോ അല്ല തണുത്ത കാറ്റടിച്ച് എവിടെയെങ്കിലും നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തോ പെട്ടെന്ന് ആ ഹീറ്റ് കോൾഡ് ഡിഫറൻസ് ആ വേരിയേഷൻ കൊണ്ട് രോഗാണുക്കൾക്ക് വന്നിട്ട് ഒരു സന്ദർഭം കടന്നുകൂടാനും അസുഖം ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടാകുകയാണ്. പെട്ടെന്ന് ആ കുട്ടി സിക്കാകുകയാണ്. അപ്പോൾ മറ്റുള്ള രോഗാണുക്കൾ കടന്നുകൂടാനുള്ള ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കളയുന്നു. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള വെറും 40 ദിവസത്തെ ഒരു ഹോമിയോപ്പതി ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ഈ തല വിയർപ്പ്, തല ചൂട് ഒരു 10% കുറയ്ക്കാൻ പറ്റും. 90% ഇല്ലാതാക്കാൻ പറ്റും. അത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കൂടെ അസുഖങ്ങൾ വരാതാവും. അപ്പോൾ ഒരു രോഗപ്രതിരോധ ശേഷി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരു ഇമ്മ്യൂൺ പവർ ഡെവലപ്പ് ചെയ്യാൻ പറ്റും. ആ ഡോക്ടർ തന്നെ നിങ്ങൾ കാണണം. അദ്ദേഹം ഇപ്പോൾ സർക്കാർ സർവീസിലാണ് ജോലി ചെയ്യുന്നത്. എൻ്റെ സുഹൃത്താണ്. അദ്ദേഹത്തിന് ഒരിക്കൽ കൂടി കണ്ട് നിങ്ങൾ കാര്യങ്ങളൊക്കെ വിശദീകരിച്ചാൽ മതിയാവും. നന്ദി, വിളിച്ചതിൽ നന്ദി. സാർ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് കുട്ടികളുടെ ഒടുവിൽ പറഞ്ഞത് പനിയുമായിട്ട് ബന്ധപ്പെട്ട അസുഖമാണ്. പിന്നെ അലർജിയെ പറ്റി അലർജിയും കഫക്കെട്ടുമാണ് സാധാരണ മറ്റ് വളരെ പ്രധാനപ്പെട്ടായിട്ട് കാണുന്ന മിക്കവാറും എല്ലാ കുട്ടികളും കാണുന്നത്. ഇതിന്റെ കാരണം എന്തൊക്കെയാണ്, എന്തൊക്കെ ചികിത്സയാണ് ഹോമിയോയിലുള്ളത്? അതായത് അലർജി നമ്മൾ എല്ലാവരും ധരിച്ചിരിക്കുന്നത് പോലെ ചില വീടുകളിൽ കുട്ടികൾക്ക് പാല് കൊടുക്കത്തില്ല, മുട്ട കൊടുക്കത്തില്ല. മുട്ടയും പാലും കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര അലർജി ഉണ്ടാകും, കഫക്കെട്ടുണ്ടാകും എന്നുള്ള ഒരു ധാരണ അത് തികച്ചും തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥത്തിൽ സൂര്യന് താഴെയുള്ള സൂര്യപ്രകാശം ഉൾപ്പെടെയുള്ള എല്ലാം ഒരു ആയിരക്കണക്കിലുള്ള വസ്തുക്കൾ നമ്മൾ കാണുന്നുണ്ട്. അതുമായി നമ്മൾ നിരന്തരം ബന്ധപ്പെടുകയാണ്. അപ്പോൾ ഇത് ഏത് വസ്തുക്കൾ കൊണ്ടും ഓരോ ആൾക്കാർക്കും അലർജി ഉണ്ടാകാം. അത് ഒരാൾക്ക് ഒരു പ്രത്യേക സാധനം കൊണ്ടാണ് അലർജി ഉണ്ടാകുന്നുണ്ടെങ്കിൽ വേറൊരാൾക്ക് വേറൊരു സാധനം കൊണ്ടായിരിക്കും. അപ്പോൾ ഈ മുഴുവൻ അലർജി ഉണ്ടാക്കുന്ന ഈ ഭീകരൻ എല്ലാത്തിനും കാരണക്കാരൻ ഈ മുട്ടയാണ്, പാലാണ് എന്ന് ധരിച്ചിരിക്കുന്നത് തികച്ചും തെറ്റിദ്ധാരണയാണ്. മുട്ട അലർജി എന്ന് പറയുന്നത് ഒരു 100-2 കുട്ടികൾക്കാണ് ഉണ്ടാകുക. പാൽ അലർജി 100-8 കുട്ടികൾക്കാണ് ഉണ്ടാകുക. അപ്പോൾ ബാക്കിയുള്ള 92% കുട്ടികൾക്കും പാൽ കൊണ്ട് അലർജി വരുന്നില്ല. അതുപോലെ മുട്ട കഴിക്കുമ്പോൾ മുട്ട അലർജി ബാക്കിയുള്ള 98% കുട്ടികൾക്കും വരുന്നില്ല. ഈ പാൽ ഉദ്ദേശിക്കുന്നത് പശുപാലല്ലേ? പശുപാലാണ് തീർച്ചയായിട്ടും. മുലപ്പാൽ അലർജി ഉണ്ടാകാറില്ല. പിന്നെ ഇതിന് അലർജി ഉണ്ടാകുന്ന വളരെ അപൂർവം ചില സന്ദർഭങ്ങളുണ്ട്. ഏത് മുലപ്പാൽ പോലും അലർജി ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട്. അലർജി അല്ല, അത് ബോഡിക്ക് ചേരാത്ത ഒരവസ്ഥ, അത് വളരെ അപൂർവമായിട്ടുള്ളതാണ്. അപ്പോൾ അത് അത്തരത്തിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു കുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? അലർജി തീർച്ചയായിട്ടും അതിന് ഹോമിയോപ്പതിയിലെ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ അലർജി രോഗമെന്ന് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ട്രീറ്റ്മെന്റ് അത് ആ ഒരു പേരും പറഞ്ഞുള്ള ട്രീറ്റ്മെന്റ് ഇല്ല. ഇപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കുട്ടിയെ നന്നായിട്ട് നമ്മൾ പഠനം നടത്തി കുട്ടിയുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിക്കൊണ്ട് കുട്ടിയുടെ ടോട്ടാലിറ്റി മൊത്തത്തിലുള്ള രോഗലക്ഷണങ്ങളൊക്കെ കണക്കിലെടുത്തുകൊണ്ട് ഒരു കൃത്യമായിട്ടുള്ള ഒരു ഹോമിയോപ്പതി മരുന്ന് സെലക്ഷൻ പ്രോട്ടോക്കോൾ ഉണ്ട്. അത് ഹോമിയോപ്പതി മരുന്ന് സെലക്ഷൻ പ്രോട്ടോക്കോൾ എന്ന് പറയുമ്പോൾ ആദ്യം രോഗം എന്നതാണെന്ന് അറിയണം, രോഗം ഡയഗ്നോസ് ചെയ്യണം, പിന്നെ രോഗിയെ ഡയഗ്നോസ് ചെയ്യണം, കുട്ടിയെ ഡയഗ്നോസ് ചെയ്യണം. എന്ന് വെച്ചാൽ കുട്ടിയുടേതായിട്ടുള്ള ചില ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ ഹോമിയോപ്പതിക്ക് വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ലക്ഷണങ്ങളുണ്ട്. അത് നമ്മളത് മനസ്സിലാക്കണം. അതിനുശേഷം പിന്നെ മരുന്ന് ഡയഗ്നോസ് ചെയ്യണം. മൂന്നാമത്തെ ഡയഗ്നോസിസ് മരുന്ന് ഏത് മരുന്നാണ് കൃത്യമായിട്ടുള്ള ആ കുട്ടിക്ക് അനുയോജ്യമാണ് വളരെ സൂട്ടബിൾ ആകുക, മോസ്റ്റ് സൂട്ടബിൾ റെമഡി എന്നുള്ള രീതിയിൽ അത് കണ്ടുപിടിക്കണം. അതിനുശേഷം അതിൻ്റെ അപ്ലിക്കേഷൻ, ഈ മരുന്ന് ആ കുട്ടിക്ക് വന്നിട്ട് കൃത്യമായ രീതിയിൽ കൃത്യമായ ഡോസിൽ കൃത്യമായ ഇന്റർവെല്ലിൽ എങ്ങനെ അപ്ലൈ ചെയ്യണം. ഹലോ 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 ഡോക്ടറെ. യെസ് പറയണം. എന്റെ പേര് മഹേഷ് എന്നാണേ. ഞാനിവിടെ കീഴൂരിന്നാ. യെസ്, നമ്മുടെ സ്ഥലം തന്നെയാണ്. അപ്പൊ ഞാന് 10ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ പഠിക്കാനിരിക്കുമ്പോ എനിക്ക് കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. മനസ്സിൽ നിന്ന് ചിന്തകളൊക്കെ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുക. അതല്ലേ? അപ്പൊ എന്താ? മോന്റെ പേരെന്താണ്? മഹേഷ്. അതല്ലേ? അത് ഒരുപക്ഷെ ഒരുപാട് മറ്റുള്ള കാര്യങ്ങളിലൊക്കെ താല്പര്യം ഉള്ളത് കൊണ്ടാകാം. ഒരുപക്ഷെ കമ്പ്യൂട്ടർ, ഇന്റർനെറ്റ്, അതുപോലെ സിനിമ വിഷയങ്ങളിലും ഒക്കെ കൂടുതൽ താല്പര്യം വരുന്നത് കൊണ്ട് അറ്റൻഷൻ ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ്. ഡോക്ടർ, പിന്നെ ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ എനിക്ക് തലവേദന വരും ഇടയ്ക്കിടയ്ക്ക്. അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്നുള്ള നമ്മൾ പരിശോധിക്കാനുണ്ട്, കണ്ടുപിടിക്കാനുണ്ട്. അപ്പോൾ അത് എന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ, അത് തലവേദന വരാനുള്ള കാരണം എന്താണ്? ചിലപ്പോൾ കണ്ണിൻ്റെ എന്തെങ്കിലുമൊക്കെ സൈറ്റ് പ്രോബ്ലം കൊണ്ട്, അതായത് റിഫ്രാക്ഷൻ എറർ കൊണ്ട്
കണ്ണിന് വന്നിട്ട് കൂടുതൽ സ്ട്രെയിൻ കൊടുക്കുന്നതുകൊണ്ട് വരുന്ന തലവേദനയാകാം. പിന്നെ അതുപോലെ വന്നിട്ട് വെയിലത്ത് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ചില തലവേദന, അങ്ങനെ എന്തെങ്കിലും വന്നിട്ട് കണ്ണിന്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഞാനിപ്പോ ഒരു ഡോക്ടറെ കാണിച്ചായിരുന്നു. അപ്പോൾ എനിക്കൊരു കണ്ണാടി തന്നായിരുന്നു. അപ്പോൾ അത് തലവേദന അതോടുകൂടി മാറിയിട്ടുണ്ടാകണമല്ലോ? ഇല്ല, മാറിയിട്ടില്ല. മാറിയിട്ടില്ല. ഇല്ലില്ല. മോൻ ആദ്യം എന്താ പറഞ്ഞത്? പഠിക്കാൻ താല്പര്യം കുറവാണെന്നല്ലേ പറഞ്ഞത്? അല്ല, അത് സ്വയം അത് നമ്മൾ മാറ്റിയെടുക്കേണ്ടതാണ്. അപ്പോൾ അതിന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ആഗ്രഹം വേണം, താല്പര്യം വേണം, അതുപോലെ വന്നിട്ട് നമുക്ക് ലക്ഷ്യങ്ങൾ വേണം. അത്തരം കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും ഓർമ്മ നിൽക്കും, ഓർമ്മശക്തി വർദ്ധിക്കും, അത് പഠിക്കാനുള്ള ട്രാക്കിൽ നമുക്ക് വീഴാൻ പറ്റും. അപ്പോൾ ഏതായാലും വിളിച്ചതിന് വളരെ സന്തോഷം. അപ്പോൾ ഈ മുട്ടയെ പറ്റി പറഞ്ഞല്ലോ. ഈ മുട്ട എന്ന് പറയുമ്പോൾ അതൊരു അമൂല്യമായിട്ടുള്ള ഒരു വസ്തുവാണ്, വളരെ വിലപ്പെട്ട ഒരു വസ്തുവാണ്. അത് ഈ ചുരുങ്ങിയ ചെലവിൽ നമുക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ അമൂല്യമാണ്, നിധിയാണെന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൽ ഇല്ലാത്ത വിറ്റമിൻസേ ഇല്ല. എ, ബി, സി ഇല്ല, ഡി, ഇ, കെ, അതുപോലെ കാൽഷ്യം, മെഗ്നീഷ്യം, ഫോസ്ഫറസ്, അയൺ, കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, പ്രോട്ടീൻ എല്ലാം തന്നെ ഉള്ളതാണ്. വളരെ അതൊരു കംപ്ലീറ്റ് ഫുഡാണ്. അപ്പോൾ അത് തീർച്ചയായിട്ടും കുട്ടികൾക്ക് അത് കൊടുത്തിരിക്കണം. അലർജി ഉണ്ടാകും, കഫക്കെട്ട് ഉണ്ടാകും എന്ന് വിചാരിച്ചിട്ട് കൊടുക്കാതിരിക്കരുത്. പക്ഷേ ചില കുട്ടികൾക്ക് അലർജി ഉണ്ടാകാറുണ്ട്. ഞാൻ പറഞ്ഞില്ല 2%. അത് ഒരിക്കൽ കൊടുത്ത് യാദൃശ്യമായിട്ട് നമ്മൾ ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ നിൽക്കവേ അതൊരു അടുത്ത ദിവസം ചിലപ്പോൾ കഫക്കെട്ട് ഉണ്ടായിട്ടുണ്ടാകും. ഉടനെ നമ്മൾ കൂട്ടി വായിക്കും. നമ്മുടെ മനസ്സിലുണ്ടല്ലോ അങ്ങനെ ഒരു ധാരണ മനസ്സിൽ കിടക്കുന്നതുകൊണ്ട് പെട്ടെന്ന് നമ്മളത് അത്തരത്തിലൊരു തീരുമാനത്തിൽ വന്നു കളയും പ്രീമിച്യൂറായിട്ട്. അങ്ങനെ പറയാതെ പലവട്ടം കൊടുത്തു നോക്കിയതിന് ശേഷം അത് അലർജി ഉണ്ട് എന്ന് വളരെ വ്യക്തമായി നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അത് നമുക്ക് നിഷേധിക്കാം എന്ന് ഞാൻ പറയില്ല. കാരണം അതിനെതിരെയുള്ള എതിർപ്പ് ശക്തി ഉണ്ടാക്കാൻ ഹോമിയോപ്പതി മരുന്നുകൾ കൊണ്ട് സാധിക്കും. ഇപ്പം നമുക്ക് ആഗ്രഹമുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അലർജി ഉണ്ടാക്കുന്ന വസ്തുക്കൾ അതുമായി ബന്ധപ്പെടാതിരിക്കുക അല്ല വേണ്ടത്. അത് നമുക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെടുക തന്നെ വേണം, അത് കഴിക്കുക തന്നെ വേണം, അത് ഉപയോഗിക്കുക തന്നെ വേണം. ഹോമിയോപ്പതി മരുന്നുകൾ കഴിച്ച് അതിനെതിരെയുള്ള ഒരു എതിർപ്പ് ശക്തി ഉണ്ടാക്കുകയും അപ്പോൾ അത് പിന്നീട് കഴിച്ചാൽ തന്നെ കുഴപ്പമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാകുന്ന ശരീരം അഡാപ്റ്റ് ചെയ്യും. അത്തരത്തിലുള്ള അതാണ് ഹോമിയോപ്പതി ചികിത്സയുടെ പ്രസക്തി. അവിടേക്കാണ് നമ്മൾ സാധാരണ മിക്കവാറും എല്ലാ വീടുകളിലും നമ്മൾ അനുഭവിക്കുന്നുണ്ട് കൊച്ചുകുട്ടികളുടെ കരച്ചിൽ. അതെ. അതിനെന്തെങ്കിലും പ്രത്യേകിച്ച് കാരണം ഉണ്ടാവുമോ? പലപ്പോഴും കുട്ടികൾക്ക് എന്താണ് അസുഖം എന്ന് പറയാറില്ല, പ്രത്യേകിച്ച് കൊച്ചു കുഞ്ഞുങ്ങളാകുമ്പോൾ. അപ്പോൾ മാതാപിതാക്കൾക്ക് എപ്പോഴും ഒരു ടെൻഷനാണത്. രാത്രി കാര്യങ്ങൾ ചിലപ്പോൾ കരയുന്നുണ്ടാവും. അത് ഒരു വയസ്സിൽ താഴെ. സോറി, നമുക്കൊരു കോൾ തോന്നുന്നു. ഹലോ, സംസാരിച്ചോളൂ ഡോക്ടർ. പൊന്നാട് നിന്നാണ്. ഇത് എന്റെ മോക്ക് പിന്നെ നരമ്പ് വസൂരി വന്നത്. എന്താണ് വ്യക്തമാകുന്നില്ല, ഒന്നുകൂടി പറയാമോ? നരമ്പ് വസൂരി എന്ന് പറയുന്ന രോഗം. ഞരമ്പ് വസൂരി എന്ന് പറഞ്ഞ ശരി, പറയണം. അത് 3 ആഴ്ചയായി വന്നിട്ട്. അതിപ്പോ അത് ഗുളികയെല്ലാം കുറിച്ച് സുഖമുണ്ട്. ഇപ്പൊ നോക്കുമ്പോ പൊക്കളിന്റെ കൂടി ഒരു വേദന, നെഞ്ഞ് വേദന, തലവേദന. അത് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരുപക്ഷെ ഹെർപ്പീസ് സോസ്റ്റർ എന്ന് പറയുന്ന അസുഖമായിരിക്കണം. അതായത് ഒരു വശത്ത് മാത്രമേ വന്നിട്ടുണ്ടാകൂ, അതല്ലേ? ശരിയാണ്. അത് ഏതെങ്കിലും ഒരു ഞരമ്പിന്റെ ആ കോഴ്സിൽ ഞരമ്പ് എവിടെയൊക്കെ സപ്ലൈ ചെയ്യുന്നു അത്രയും ഭാഗത്ത് മാത്രം വരുന്ന ചിക്കൻ ബോക്സ് പോലെ അങ്ങനെ പൊള്ളി വരുന്ന ഒരവസ്ഥ, അതല്ലേ? അപ്പോൾ അത് ഹെർപ്പീസ് സോസ്റ്റർ എന്ന് പറയുന്ന ചിക്കൻ ബോക്സിന്റെ ഗ്രൂപ്പിൽപ്പെട്ട വൈറസ് കൊണ്ട് വരുന്ന രോഗമാണ്. അത് ആ അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു 2-3 മാസങ്ങൾക്ക് ചിലപ്പോൾ 1 വർഷം വരെ വേദന നീണ്ടു നിൽക്കും. അത് ഭയക്കേണ്ടതൊന്നുമില്ല. അത് ചിലപ്പോ 3 മാസം കൊണ്ട് മാറുന്നതായിരിക്കും, ചിലപ്പോ അത് 1 വർഷം. അല്ല, അതിന്റെ ആവശ്യമില്ല. ഇത് ന്യൂറോളജിക്കൽ കേസ് ഒന്നുമില്ല. ഇതിന് വന്നിട്ട് ഒരു ന്യൂറോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യമൊന്നുമില്ലാത്ത ഒരു കേസാണ്. തീർച്ചയായിട്ടും വന്നിട്ട് നമ്മുടെ മരുന്നുകൾ കൊണ്ട് തന്നെ അത് വളരെ എളുപ്പത്തിൽ അത് അത്ര കാലദൈർഘ്യം നീട്ടാതെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് അത് സുഖപ്പെടുത്തുവാൻ സാധിക്കും. മറ്റുള്ള ചികിത്സകളിലും അതിനുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മുടെ ചികിത്സയെ പറ്റി മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. അത് ഞാൻ പറഞ്ഞ പോലെ ചിലപ്പോൾ ഒരു 3-4 മാസം ഉണ്ടാവും. നല്ല പുകച്ചിലുണ്ടാവും, കുത്തി ഉള്ള വേദന, അത് കുത്തിപ്പറിക്കുന്ന പോലത്തെ വേദന ഉണ്ടാവും. അത് മാറിക്കോളും. അത് 3-4 മാസങ്ങൾ കഴിയുമ്പോൾ മാറിക്കോളും. അതിനെപ്പറ്റി നിങ്ങൾ കൂടുതലധികം ടെൻഷൻ അടിക്കേണ്ടതില്ല. നന്ദി വിളിച്ചതിന്. കുട്ടികളുടെ കരച്ചിലായിരുന്നു നമ്മുടെ വിഷയം. കരച്ചിൽ. അപ്പോൾ കുട്ടികൾ പാതിരാത്രി, അതായത് 1 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കേസാണ് സാർ പറഞ്ഞത്. 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ രാത്രി സമയങ്ങളിൽ കരയുന്നതിന് പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് ഇൻഡസ്ട്രിയൽ കോളിക്, അതായത് വയറ്റിൽ കുടലുണ്ടാകുന്ന പിരിമുറുക്കം, റിട്ടൻഷൻ, അത് അങ്ങനെ ഉണ്ടാകുന്ന ഇൻഡൈജഷൻ കൊണ്ട് വരുന്നതും
മറ്റുള്ള കാരണങ്ങൾ കൊണ്ട് വരുന്നത്. അതുപോലെ ദഹനക്കേട്, കൂടാതെ ചെവിയിൽ എന്തെങ്കിലും അസുഖം കൊണ്ടുവരുന്നത്, ചെവിയിൽ പെട്ടെന്ന് ഒരു ചില കുരു വന്ന് അങ്ങനെ പൊട്ടുന്ന ഒരു അവസ്ഥ, പൊട്ടാറാകുന്ന ഒരു അവസ്ഥ, ചിലപ്പോൾ പൊട്ടുകയും ചെയ്യും. പൊട്ടിക്കഴിഞ്ഞാൽ വേദന കുറയും. കുട്ടികൾക്ക് സ്വഭാവമായിട്ട് പറയാൻ കഴിയില്ല. ഡയഫ്രാമിലും അതുപോലെ ചെവിയിലെ ഇന്നർ ഇയറിലും ഒരു ഇയറിലും ഉണ്ടാകുന്ന ഒരു ഇൻഫെക്ഷനാണ്. ആ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള അതുപോലെ മറ്റുള്ള കാരണങ്ങൾ പറഞ്ഞല്ലോ, മൂക്കടപ്പ് ഒക്കെ വരുന്ന സമയത്ത് കുട്ടിക്ക് പാൽ കുടിക്കാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് കരച്ചിലും ഭയങ്കര അസ്വസ്ഥതയൊക്കെ കാണിക്കും. നല്ല പനിയൊക്കെ ഉണ്ടെങ്കിൽ അതുപോലെ കരച്ചിലുണ്ടാകും. പക്ഷേ പനിയൊന്നും ഇല്ലാതെ കാരണമില്ലാതെ ഉള്ള കരച്ചിലാണ് താങ്കൾ ചോദിച്ചത്. ഒരു പക്ഷേ അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചെവിയിലുള്ള എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷനാണ്. അപ്പോൾ അതിന് ചെവിയിൽ മിക്കവാറും വന്നിട്ട് 1 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കൊക്കെ ഇൻഫെക്ഷൻ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം തെറ്റായ രീതിയിലുള്ള ഒരു മുലയൂട്ടലാണ്. അതായത് ഇപ്പോൾ സാധാരണ ചില അമ്മമാർ വന്നിട്ട് ഉറക്കത്തിൽ എണീറ്റ് കുട്ടിയെ അങ്ങനെ എടുത്തു വെച്ച് സാധാരണ പൊസിഷനിൽ മുല കൊടുക്കാൻ മടിച്ച് തിരിഞ്ഞു കിടന്ന് ഉറക്കത്തിൽ കുട്ടി അതുപോലെ കുടിക്കാൻ താല്പര്യപ്പെടുകയും ചെയ്യും. അങ്ങനെ കുട്ടി ശീലിച്ചിട്ടുണ്ടെങ്കിൽ അത് അങ്ങനെയേ കുടിക്കൂ, മറ്റു രീതിയിൽ കുടിക്കത്തുമില്ല. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന തെറ്റായ ഒരു മുലയൂട്ടൽ ഒരു രീതിയാണ്. അത് കാരണം എന്താ സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, ഈ ചെവിക്ക് ഇന്നർ ഇയറിൽ ഈ പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ട്യൂബുണ്ട്, യൂസ്റ്റേച്ചിയം ട്യൂബ്. നമ്മുടെ വായുടെ നാസോഫാരിങ്സ് എന്ന് പറയുന്ന അവിടെയാണ്, ഉൾഭാഗത്താണ്. അത് ഇങ്ങനെ ഈ പൊസിഷനിൽ കിടന്ന് വരുമ്പോഴാണ് പാല് വായിൽ ഫുള്ള് പാൽ നിറഞ്ഞിട്ട് പാലങ്ങനെ പോകത്തൊന്നുമില്ല. അതിൻ്റെ ചെറിയ അംശങ്ങൾ, ചെറിയൊരു നനവ് മീൻസ് അതിൻ്റെ കൂടെ ചില ബാക്ടീരിയാസ്, ഇത് അമ്മയുടെ ശരീരത്തുള്ള അതുപോലെ കുട്ടിയുടെ വായിലുള്ള ബാക്ടീരിയ കടന്നുകൂടി ഇൻഫെക്ഷൻ ഉണ്ടായിട്ട് അത് അങ്ങനെ പൊട്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടാകും. ഇത് സ്ഥിരം കൂടെ അങ്ങനെ വരികയാണെങ്കിൽ, ഇപ്പോൾ ഡയഫ്രാം ചെവിയിലെ കർണപടലത്തിൽ ഒരു ചെറിയൊരു സുഷിരം വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഹീലാകും. അത് കൂടെ ഇങ്ങനെ ഇൻഫെക്ഷനായിട്ട് വരികയാണെങ്കിൽ, റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് കർണപടലത്തിൽ വലിയ ദ്വാരമുണ്ടാകും. അപ്പോൾ അത് വന്നിട്ട് ഡാമേജ് ആയി പോകും. അപ്പോൾ പെർമനൻ്റ് ആയിട്ട് അവിടെ ഒരു ഹിയറിംഗ് ലോസ് ഒക്കെ ചിലപ്പോൾ ഉണ്ടായിന്ന് വരാം. നമുക്ക്